ഡോക്ടർമാരും ഒട്ടും സുരക്ഷിതരല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഡോക്ടർ എന്ന് പറയുന്ന കരിയറിനെ കുറിച്ചാണ്. നമ്മളൊക്കെ എപ്പോഴും ഭയങ്കര ഡിമാൻഡുള്ള അല്ലെങ്കിൽ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന ഒരു കോഴ്സ് കരിയറാണ് ഡോക്ടർ എന്നുള്ളൊരു സംഭവം. പാരൻസിനെ സംബന്ധിച്ചിടത്തോളം, സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടർ ആവാന്നുള്ളത് എപ്പോഴും ഒരു ഡ്രീം കരിയറാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ലോകത്ത് AI ഓട്ടോമേഷൻ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതാണ് ഇപ്പം ചർച്ചാ വിഷയം. ഡോക്ടർ എന്ന് പറയുന്ന കരിയറിനെ പോലും ഇത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ പോലും പല ഹോസ്പിറ്റൽസിന്റെയും പരസ്യവാചകങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർ ബെസ്റ്റ് ഡോക്ടർ ഓർ അവർ ബെസ്റ്റ് സർജൻ ഈസ് എ റോബോട്ട് എന്നുള്ള രീതിയിലേക്കാണ്. മനുഷ്യനെ റീപ്ലേസ് ചെയ്ത് അവിടെയൊക്കെ റോബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും വേണമെങ്കിൽ നമുക്കൊരു വാദം വാദിക്കാം, എന്തുകൊണ്ടും ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഡോക്ടറോട് ഇന്ററാക്ഷൻസ് നടത്തിയാലല്ലേ നമുക്കൊക്കെ ഒരു മെന്റലി കുറച്ചും കൂടി ഒന്ന് സാറ്റിസ്ഫിക്കേഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് ഡോക്ടർക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ടെന്നാണ് ഈ പറയാം. പക്ഷെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ മേ ബി ഹോസ്പിറ്റൽസ് ഒക്കെ ഓൾറെഡി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാകും കുറച്ചും കൂടി ബെറ്റർ ചീപ്പർ റിസോഴ്സുകൾ. ഫോർ എക്സാമ്പിൾ ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ അത്ര സാലറി ആവശ്യമില്ല. ഒരു സൈക്കോളജിസ്റ്റിനെ ഹയർ ചെയ്തിട്ട് അവർക്ക് ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയർ, ലോകത്തിലെ എല്ലാ അസുഖങ്ങളെ കുറിച്ചും വ്യക്തമായിട്ട് ബോധ്യമുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പഠിപ്പിച്ചു കൊടുത്താൽ ആ സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗിന്റെ രോഗങ്ങൾ എന്താ പറയുക ഡയഗ്നോസ് ചെയ്യാനും അതിനനുസരിച്ചുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാനും ഒക്കെ ആ സോഫ്റ്റ്വെയർ തന്നെ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം ഈ ഹ്യൂമൻ ടു ഹ്യൂമൻ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം പോലും ഈ വരാൻ പോകുന്ന ജനറേഷനിലെ ആളുകളൊക്കെ അല്ലെങ്കിൽ ഈ ജെൻസി അല്ലെങ്കിൽ ആൽഫ ബീറ്റ ജനറേഷനിലെ കുട്ടികളൊക്കെ അവർക്കൊക്കെ കുറച്ചും കൂടി മെന്റലി ദേ ആർ ഹാപ്പി വിത്ത് ഇന്ററാക്ടിങ് വിത്ത് ദ ബോർഡ്സ് എന്നാണ് പറയുന്നത്. ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ ഇന്ററാക്ഷൻ പോലും അവിടെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ എന്നുള്ള ഒരു കരിയറും ഡെഫിനറ്റ്ലി റീതിങ്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നുള്ള കരിയറിനെയും ഫ്യൂച്ചർ പ്രൂഫ് ആക്കണമെങ്കിൽ നിങ്ങൾ ഡോക്ടറാണോ അല്ലെങ്കിൽ ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ, ഡെഫിനറ്റ്ലി ഒരുപാട് ഫ്യൂഷൻ സ്കില്ലുകൾ, ഫോർ എക്സാമ്പിൾ ഒരു ടെക് ഇനാബിൾഡ് ഡോക്ടർ ആയാൽ കുറച്ചും കൂടി ബെറ്റർ പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ അത് കാലത്തിന്റെ അനിവാര്യതയാണ് നിങ്ങളൊരു AI സ്മാർട്ട് ആയിട്ടുള്ള ഡോക്ടറായി മാറുക എന്നുള്ളത്. ഒരു കാര്യം ഇനി തീർച്ചയാണ്, ഉറപ്പാണ്, എസ്റ്റഡൈസ് ഫോർമാറ്റിലുള്ള ഡോക്ടേഴ്സിനൊന്നും ഇനി നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഫോർമാറ്റിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളത് ഓൾറെഡി ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഡോക്ടറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി പഠിക്കാനിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. ഒരുപാട് ഫ്യൂഷൻ സ്കില്ലുകൾ അല്ലെങ്കിൽ സിലബസിൻ്റെയും അപ്പുറത്തേക്ക് മറ്റ് മൾട്ടിപ്പിൾ സ്കില്ലുകളിലേക്ക് കൂടി ഫോക്കസ് ചെയ്താലാണ് ഇനി ഒരു ഡോക്ടർക്കും സ്കോപ്പ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക.